ഹിന്ദു സംസ്കാരത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിന്റെ പൂർത്തീകരണമാണ് സംഘത്തിന്റെ ലക്ഷ്യമെന്ന് പ്രജ്ഞാപ്രവാഹ് അഖില ഭാരതീയ സംയോജക് ജെ നന്ദകുമാർ. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 10,000-ലധികം ശാഖകൾ വർദ്ധിച്ചതായും ജെ നന്ദകുമാർ ഡൽഹിയിൽ പറഞ്ഞു. ബംഗളൂരുവിൽ ചേർന്ന RSS അഖില ഭാരതീയ പ്രതിനിധി സഭ ശതാബ്ദി പൂർത്തീകരണ വർഷത്തിലെ പ്രവർത്തനങ്ങളുടെ രൂപരേഖ തയ്യാറാക്കിയിരുന്നു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വരുന്ന വിജയദശമി ദിനത്തിൽ തുടക്കമാകും. ഭാരതത്തിലെ എല്ലാ ഭവനങ്ങളും സംഘത്തിന്റെ ആശയവുമായി പ്രവർത്തകന്മാർ സമ്പർക്കം നടത്താൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. നാളിതുവരെയുള്ള സമ്പർക്കങ്ങളുടെ ചരിത്രത്തിൽ രാമജന്മഭൂമിക്ക് വേണ്ടിയിട്ടുള്ള സമ്പർക്കമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്, ഏറ്റവും കൂടുതൽ സ്ഥലത്തേക്ക് എത്തിയത്. ഇത്തവണത്തെ സംഘം 100-ാം വർഷത്തോടനുബന്ധിച്ചുള്ള സമ്പർക്കത്തിൽ 100% ഗ്രാമങ്ങളും 100% വീടുകളും 100% വ്യക്തികളിലേക്കുമാണ് പ്രവർത്തകർ പോകാൻ പോകുന്നത്. അതിനുവേണ്ടി മാത്രമായി ആയിരക്കണക്കിന് പ്രവർത്തകന്മാർ പൂർണ്ണസമയ പ്രവർത്തകന്മാരായിട്ട് ഇറങ്ങുന്നുണ്ട്. പിന്നെ അല്ലാത്ത പ്രാദേശിക പ്രവർത്തകന്മാരും ചേർന്ന് ആ പ്രവർത്തനത്തിൽ ഏർപ്പെടും. ആ സമ്പർക്ക പരിപാടിയിലായാലും ഹിന്ദു സമ്മേളനത്തിലായാലും ഒക്കെ സംഘകുടുംബം മൊത്തത്തിൽ രംഗത്ത് ഇറങ്ങുകയാണ്. സ്വയം സേവകരെന്ന നിലയിൽ, സേവികമാരെന്ന നിലയിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ സർവ്വ ആളുകളും ഒരുമിച്ചിറങ്ങി പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. സംഘം ജൂബിലികൾ ആഘോഷിക്കാറില്ല, മറിച്ച് ശതാബ്ദി വർഷം ആത്മ അവലോകനത്തിന്റെ ഘട്ടമായാണ് കാണുന്നതെന്നും ജെ നന്ദകുമാർ ചൂണ്ടിക്കാട്ടി. സംഘം ഒരു ജൂബിലികളും ആഘോഷിക്കാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സംഘത്തിൻ്റെ 100-ാം വർഷം സംഘത്തിനൊരു ആഘോഷ വിഷയമല്ല. അതിൽ ഉപരിയായി ഒരർത്ഥത്തിലുള്ള ഒരു ആത്മാവലോകനം, ഇത്രയും കാലത്തെ പ്രവർത്തനത്തിലൂടെ നമുക്ക് എവിടെയാണ് എത്തിച്ചേരാൻ കഴിഞ്ഞത്, എത്ര പുരോഗമിക്കാൻ കഴിഞ്ഞു, ഏതെല്ലാം മേഖലകളിലാണ് ഇനിയും എത്തിപ്പെടേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായി ചിന്തിക്കുന്ന ഒരു അവസരമാണ്. ഒപ്പം സംഘം മുന്നോട്ട് വയ്ക്കുന്ന ആ ആശയത്തിൻ്റെ ഏറ്റവും പെട്ടെന്നുള്ള നടപ്പിലാക്കലിന് വേണ്ടിയിട്ട് ഇനി എന്തെല്ലാം ചുവടുകൾ വയ്ക്കണം, അങ്ങനെ ഉള്ള ഒരു ചിന്തയുടെ കാലഘട്ടമായിട്ടാണ് ഈ വിജയദശമി മുതൽ അടുത്ത വിജയദശമി വരെയുള്ള കാലയളവിനെ സംഘം കാണുന്നു. അതിർത്തി പ്രദേശങ്ങളിൽ സംഘത്തിന്റെ പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കും. മണിപ്പൂർ ഉൾപ്പെടെയുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശാഖകളുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടാകുന്നതായും ജെ നന്ദകുമാർ ഓർമ്മപ്പെടുത്തി. സംഘപ്രവർത്തനം എത്താത്ത മേഖലകൾ ചില ഏരിയ ഉണ്ടായിരുന്നു, നോ മാൻസ് ലാൻഡ്. അതിലൊന്നാണ് ഈ അതിർത്തി പ്രദേശം, മറ്റ് രാഷ്ട്രവുമായിട്ടുള്ള അതിർത്തിയും ഒപ്പം തന്നെ നമ്മുടെ ഉള്ളിലെ തന്നെ 2 സംസ്ഥാനങ്ങളുടെ ഇടയിലുള്ള അതിര് ആരുടേതാണെന്നുള്ളൊരു നോട്ടത്തിൻ്റെ വർഷത്തിൽ എത്തിപ്പെടാൻ കാടുകൾ കാരണം, മലകൾ കാരണം എത്തിപ്പെടാത്ത മേഖലകളുണ്ടായിരുന്നു. അങ്ങനെ നാളിതുവരെ എത്താത്ത സ്ഥലങ്ങളിൽ കൂടി എത്തിപ്പെടുക, സർവസ്പർശിയാക്കുക സംഘപ്രവർത്തനം. ജനം, ഡൽഹി.